ഓക്കെ ഓക്കെ, നമ്മൾ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് രാവിലെ ആയതുകൊണ്ട് കുറച്ച് പേർക്ക് ഒരു ഡിലേ വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്ക്രീൻ വിസിബിലിറ്റി കിട്ടുന്നില്ലേ? എല്ലാവർക്കും സ്ക്രീൻ വിസിബിലിറ്റി കിട്ടുന്നില്ലേ? ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യാം. മാക്സിമം പെട്ടെന്ന് റിപ്ലൈ നമുക്ക് പെട്ടെന്നല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്നാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകും അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. Can we start right now? ഓക്കെ, അപ്പൊ ഇതില് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നവർക്ക് കൂടുതൽ പോയിന്റ് എന്ന രീതിയാണ് നമ്മളോട് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ റേഡിയൽ ഡെപ്ത് ഓഫ് ഗിയർ ടീത്ത് ബിലോ ദ പിച്ച് സർക്കിൾ ഈസ് കോൾഡ്. ദ റേഡിയൽ ഡെപ്ത് ഓഫ് എ ഗിയർ ടീത്ത് ബിലോ ദ പിച്ച് സർക്കിൾ ഈസ് കോൾഡ്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ അവർ പ്രീവിയസ് സെക്ഷൻസ്. അപ്പൊ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സെക്ഷൻസ് ആണ് മുമ്പേ പഠിക്കേണ്ടതെന്നുള്ളത്. ഏതാണ്? വിച്ച് ഇസ് ദ ആൻസർ? ഏതാണ് വരിക? ഡിഡൻഡം എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. ഒരു 95% ആൾക്കാരും കൃത്യമായ ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് പേർക്ക് തെറ്റായ ആൻസർ ആണ് വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഡിഡൻഡം ബിലോ ദ പിച്ച് സർക്കിൾ ആണെന്ന് പറഞ്ഞെങ്കിൽ അല്ലെ, ബിലോ ദ പിച്ച് സർക്കിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡെപ്ത് അല്ലെ, റേഡിയൽ ഡെപ്ത് എന്നിവിടെ കൃത്യമായി തന്നെ അവർ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ആൻസർ വരിക? റേഡിയൽ ഡെപ്ത് എന്ന് എടുത്തു പറയുന്നുണ്ട്. റേഡിയൽ ഡെപ്ത്, റേഡിയൽ ഡെപ്ത്. ഹൈറ്റ് ആണെങ്കിൽ എന്ത് വരും? ഹൈറ്റ് ആണെങ്കിൽ എന്ത് വരും? ഇഫ് ഇറ്റ്സ് കോൾഡ് ഹൈറ്റ് ആണെങ്കിൽ എന്ത് വരും? പറയൂ, അഡൻഡം അല്ലെ? ക്ലിയർ ആണല്ലോ? ഹൈറ്റ് ആണെങ്കിൽ അഡൻഡം വരും. അഡൻഡം പ്ലസ് ഡിഡൻഡം ആണ് ഹോൾ ഡെപ്ത്. അഡൻഡം പ്ലസ് അഡൻഡം ആണ് അഡൻഡം പ്ലസ് അഡൻഡം അല്ലെങ്കിൽ 2 അഡൻഡം ആണ് എന്ത്? വർക്കിംഗ് ഡെപ്ത് ആയിട്ട് വരിക. ഞാൻ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ചെറിയൊരു ചോദ്യം. ഒരു ഗിയർ മെഷ് ചെയ്യുന്ന സമയത്തുള്ള മോഡ്യൂൾ 3 mm ആണ്. അതിന്റെ ഡയമീറ്റർ 120 mm ആണ്. ഷാഫ്റ്റിന്റെ മീൻസ് ഗിയറിന്റെ ഡയമീറ്റർ 120 mm ആണ്. വേറൊരു ഗിയറിന്റെ ഡയമീറ്റർ 60 mm ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊഡ്യൂൾ എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിരിക്കുന്ന സാധനങ്ങൾ ഇതാണ്. അഡൻഡം 3 mm ആണ് തന്നിട്ടുണ്ട്. അഡൻഡം 3 mm ആണ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ 120 mm ആണ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ 2 60 mm ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മോഡ്യൂൾ എത്രയായിരിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. പെട്ടെന്ന് പറ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? നിങ്ങൾ ഇത് കാൽക്കുലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചത് വെറുതെയാവും കേട്ടോ. 3 mm അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡൻഡം ഈസ് ഈക്വൽ ടു മൊഡ്യൂൾ. ഓർക്കുന്നുണ്ടോ? അഡൻഡം ഈസ് ഈക്വൽ ടു മൊഡ്യൂൾ. ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് പേർക്ക് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ദിസ്. ക്വസ്റ്റ്യൻസിൽ 3 ഫാക്ട്സ് തരും, എന്തായാലും തരും. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അറിയണം അഡൻഡം 3 mm ആണെന്ന് അറിയുമെങ്കിൽ, അഡൻഡം മോഡ്യൂൾ സെയിം ആണെന്ന് അറിയുമെങ്കിൽ ആ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് യു ആർ നോട്ട് ക്ലിയർ വിത്ത് ദാറ്റ്, എന്തായി വെറുതെ ആ ടൈം മൊത്തം കളഞ്ഞു എന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Question number 2. The distance through which a screw thread advances axially in one turn is called pitch of thread, lead of thread, depth of thread, diameter of thread. വളരെ കുറഞ്ഞ സമയമാണ് ഞങ്ങൾക്കുള്ളത്. ഏതാണ്? ആക്സിലി ഇൻ വൺ ടേൺ. ഏതാണ്? ലീഡ് അല്ലെ? ക്ലിയർ ആയി ഓർത്തിരിക്കുക. ഇറ്റ്സ് ലീഡ് ഓഫ് ത്രെഡ്. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രസ്റ്റഡ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഒരു റൂട്ട് തൊട്ട് റൂട്ട്, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയാം. ഇവിടെ നമുക്ക് എന്താണ് ആൻസർ? ലീഡ് ഓഫ് ത്രെഡ് എന്നുള്ളതാണ് ആൻസർ. നമ്മൾ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ഒക്കെ പഠിച്ചതാണ്. മൾട്ടി സ്റ്റാർട്ട് ത്രെഡിന്റെ കാൽക്കുലേഷൻസ് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ. ഇതിൽ ആരെങ്കിലും മെന്റിമീറ്റർ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക? നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഇട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ സപ്പോർട്ടോട് കൂടി ഇത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ദ പിച്ച് ഓഫ് 3 സ്റ്റാർ ത്രെഡ് ഈസ് ദ ലീഡ് ഡിവൈഡഡ് ബൈ 1 2 3 4.
You will get only 15 seconds to answer this question. Okay, 95% ആൾക്കാർ കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇവിടെ ഏതാണ് വരുന്നത്? നമുക്ക് പറയാം ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L is equal to N into P ആണ്. L is equal to N into P ആണ്. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? Pitch of 3-star thread, then N is equal to 3 lead divided by ഇപ്പൊ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? Pitch is equal to L by 3 ആണ്. ക്ലിയർ? ക്ലിയർ? ഞാൻ ഇതിന്റെ തിയറി പോർഷൻസിലേക്ക് ഇനി പോവില്ല. എല്ലാവരും പ്രീവിയസ് ക്ലാസ് കാണാൻ തന്നെ ശ്രദ്ധിക്കുക. വി ആർ ഇൻ ദി ലാസ്റ്റ് സ്റ്റേജ് അല്ലെ? നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 4. What type of threads are suitable for small precision components and measuring gauges? British Association, Whitworth screw thread, Acme thread, square thread. Small precision components. Very, very important. Okay. ഏതാണ്? Very bad. British Association thread is the right answer. ഒരുപാട് പേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്. സ്ക്വയർ ത്രെഡ് എന്ന് പറഞ്ഞാൽ എവിടെ യൂസ് ചെയ്തിരുന്നേ? വേറെ എവിടെയാണോ നമുക്ക് ലോഡ് വിസ്റ്റാൻഡ് ചെയ്യേണ്ടത്, സ്ക്രൂ ജാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ത്രെഡ് ആണ്. ആക്മെ ത്രെഡ് എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ ആണ്, ലേത്തിന്റെ ലീഡ് സ്ക്രൂലാണ്. ഇവിടെ നമ്മൾ എന്താണ്? BA ആണ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആണ്. 47.5 ഡിഗ്രി ഇന്റേണൽ ആംഗിൾ ഉള്ള ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആണ് നമ്മൾ സ്മോൾ പ്രിസിഷൻ കമ്പോണന്റ്സ് ആൻഡ് മെഷറിംഗ് ഗേജസ് യൂസ് ചെയ്യുക. ഓർത്തിരിക്കുക, ഒരു മോർ ദാൻ 50% ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിസ് ഇസ് നോട്ട് ഇനഫ് ഫോർ us. നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇനി ആൻസർ തെറ്റിക്കുക എന്ന് പറയുന്നത് റിവിഷന്റെ അപാകതയാണ്. അത് നല്ല രീതിയിൽ തന്നെ നോക്കുക, ഓരോ ത്രെഡിന്റെ ആപ്ലിക്കേഷനും നോക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾ പിന്നെ ഉള്ളത് മാക്സിമം ഇപ്പൊ ഞാൻ ബുക്കില്ലേ, നമ്മുടെ ആ ബുക്കില് നമ്മൾ ആ ഒരു ക്ലാസിന്റെ ഒരു സോൾ എഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ബുക്ക് നോക്കാൻ നോക്കുക. അതർവൈസ് കുറെ പോയിന്റ്സ് നമുക്ക് മിസ്സായി പോകും. ഓക്കെ, നമ്മൾ ക്ലാസ്സിന്റെ കൂടെ ഇങ്ങനെ കുറെ പോയിന്റ്സ് പറയാൻ നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അതും കൂടെ കണക്ട് ചെയ്ത് വേണം പഠിച്ചു പോയാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറിയാം, ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവല്ലോ, എല്ലാരും ചെയ്യുന്നുണ്ട്. The root of isometric thread is flat shape, round shape, sharp corner, none of this. Flat shape, round shape, sharp corner, none of the above. ഏതായിരിക്കും? നോട്ട് ചെയ്ത് വെച്ചോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇപ്പൊ ഞാൻ ഇതിലൊരു മൈക്രോസ്കോപ്പിക് സ്റ്റഡി നടത്തുന്ന സമയത്ത് ഇങ്ങനെ അല്ലെ, ഇതാണ് നോർമലി നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഒക്കെ ഷാർപ്പ് കോർണറാ. ഇതൊന്നും കയറി കുത്തരുത്. ഇറ്റ്സ് എ റോങ് ആൻസർ. ഇവിടെ ആലോചിക്കുക, ഇതാണ് നമ്മുടെ ഏത് ഭാഗം എന്ന് പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. ഒരു BS ഐസോമെട്രിക് ത്രെഡിന്റെ റൂട്ട് പോർഷൻ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലും ക്രസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഷേപ്പിലും ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? റൂട്ട് ഷേപ്പ് റൗണ്ട് RR, റൂട്ട് ഷേപ്പ് റൗണ്ട് RR, ക്രസ്റ്റ് ഫ്ലാറ്റ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആറാമത്തെ ചോദ്യമാണ്. Which one of the following threads is used on mechanical jack? Acme, square, buttress, BSF. തൊട്ടുമോള് പറഞ്ഞോളൂ അല്ലെ, സ്ക്വയർ ത്രെഡ് ആണ് ജാക്കിൽ യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ബട്ട്രസ് ത്രെഡ് എവിടെയാണ്? ബട്ട്രസ് ത്രെഡിന്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർപ്പൻട്രി ബെഞ്ച് വൈസ്.
കാർപ്പൻട്രി ബെഞ്ച് വൈസ് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫ്ലോ നടക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് നടക്കുന്നതാണ് ബട്ടർസ് ത്രെഡ് എന്ന് പറയുന്നത്. സിംഗിൾ സോ അല്ലെങ്കിൽ സോ ടൂത്ത് ത്രെഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ബട്ടർസ് ത്രെഡ് ആണ് ഓർത്തിരിക്കുക. ഓക്കെ, ആക്മെ ത്രെഡിന്റെ ഇന്റേണൽ ആംഗിൾ ആർക്കും ഓർമ്മയുണ്ടോ? ആക്മെ ത്രെഡിന്റെ ഇന്റേണൽ ആംഗിൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആക്മെ ത്രെഡിന്റെ ഇന്റേണൽ ആംഗിൾ 29 ഡിഗ്രി. വെരി ഗുഡ്. 30ലേക്ക് പോകണ്ട, 29 നിൽക്കാം. For 20 degree pressure angle, minimum number of teeth on gear will be. For 20 degree pressure angle, minimum number of teeth on gear will be 15, 16, 18, 20. ഓക്കെ, ഇത് നോക്കിക്കാം. പ്രഷർ ആംഗിൾ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് ഗിയറിൽ. പ്രഷർ ആംഗിൾ ഇതില് രണ്ട് പ്രഷർ ആംഗിൾ നോർമൽ യൂസ് ചെയ്യാം. ഒന്ന് 20 ഡിഗ്രി, ഒന്ന് 14.5 ഡിഗ്രി. 20 ഡിഗ്രി പ്രഷർ ആംഗിൾ ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ 18 ആയിരിക്കും. 14.5 പ്രഷർ ആംഗിൾ ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ടീത്ത് 32 ആയിരിക്കും. ഓർത്ത് വെച്ചോട്ടോ. 20 ഡിഗ്രി പ്രഷർ ആംഗിൾ ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് 18 ആയിരിക്കും. 14.5 ആണ് നമ്മുടെ പ്രഷർ ആംഗിൾ എങ്കിൽ മിനിമം നമ്പർ ഓഫ് ടീത്ത് 32 ആയിരിക്കും. അത് നിങ്ങൾക്ക് സിംപിളി ലോജിക് ചെയ്യാം. ഇവിടെ ഒരു ആംഗിൾ എടുക്കുകയാണ്. ആംഗിൾ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് ടീത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോയാൽ മതി. അപ്പൊ ഒരു 4 വാല്യൂ 20, 18, 14.5, 32. 20, 18, 14.5, 32. ഓക്കെ, നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? റിവിഷൻ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെറിയ പോയിന്റ് ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. The gears are termed as medium velocity gears if their peripheral velocity is 1 to 3 meter per second, 3 to 15 meter per second, 15 30 meter per second, 30 to 50 meter per second. മീഡിയം വെലോസിറ്റി നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു. ലോ വെലോസിറ്റി, മീഡിയം വെലോസിറ്റി ആൻഡ് ഹൈ വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ 1 to 3 ആണെങ്കിൽ അതിനെ ലോ വെലോസിറ്റി എന്ന് പറയാം. 3 to 15 ആണെങ്കിൽ അതിനെ മീഡിയം വെലോസിറ്റി പറയാം. 15 മേലോട്ടാണെങ്കിൽ നമ്മൾ എന്തിനെ പറയാം, ഹൈ വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, 9ാമത്തെ ചോദ്യമാണ്. The size of gear is usually specified by. The size of gear is usually specified by pressure angle, circular pitch, diameter pitch, pitch circle diameter. Pressure angle, circular pitch, diameter pitch, pitch circle diameter. Size of gear ആണ്. Size of gear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pitch circle diameter വെച്ചാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ക്യാം ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് വെച്ചാൽ സ്പെസിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഈ സ്പെസിഫിക്കേഷൻ വരുന്ന 2 ഏരിയ ആണ്. ഒന്ന് ഗിയർ, 2 ക്യാം. ക്യാം എന്ന് പറഞ്ഞാൽ ബേസ് സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഇവിടെ നമ്മൾ പിച്ച് സർക്കിൾ ഡയമീറ്റർ വെച്ചിട്ടാണ്. ഈ പറയുന്ന ബാക്കി എല്ലാ ടേംസും നമുക്കറിയാം. എന്താണ് ഡയമീറ്റർ പിച്ച്, എന്താണ് സർക്കുലർ പിച്ച്, അതിന്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി തന്നെ നോട്ട് ഡൗൺ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട്. 11ാമത്തെ ചോദ്യം. The product of the diametral pitch and circular pitch is equal to. The product of the diametral pitch and circular pitch is equal to 1 by pi, pi, 2 pi. ഓക്കെ, ഏതാണ്? പൈ ആണ് വരിക. ഓക്കെ, എങ്ങനെ വരും? പ്രൊഡക്റ്റ് ഓഫ് ഡയമട്രൽ പിച്ച്. ഡയമട്രൽ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഡി ബൈ ടി ആണ്. ഇൻറ്റു സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈ ഇൻറ്റു ഡി ബൈ ടി ആണ്. ഇൻറ്റു നമ്മുടെ ഡയമട്രൽ പിച്ച് എന്ന് പറഞ്ഞാൽ 1 ബൈ മോഡ്യൂൾ ആണ് അല്ലെ. ദെൻ ടി ബൈ ഡി. പൈ ആൻസർ. പശുവിന്റെ കരച്ചിൽ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോ കുഴപ്പമില്ല, വീട്ടിലാരും ഇല്ല, പശുവിന് പുല്ലും കൊടുത്തില്ല, അതാണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. കുഴപ്പമില്ലല്ലോ.
ജസ്റ്റ് വേണ്ടി കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം അല്ലെ. കണ്ടിന്യൂ ചെയ്തൂടെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യമാണ്. Normally a gear measures with another gear, but a gear can also measure with the non-rotating toothed part is called rack, worth, sheave, yoke. Rack, worth, sheave, yoke. Okay, of course it's rack. Rack and pinion arrangement. The answer mark ചെയ്തിട്ടില്ല. Rack is the answer. Rack ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ക്ലിയറാണല്ലോ. റാക്ക് ആൻഡ് പിൻ അറേഞ്ച്മെന്റിൽ ഒരു നോൺ റൊട്ടേറ്റിംഗ് ടൂത്ത് പാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഭാഗമാണ്, ഇതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗിയർ മെഷ് ചെയ്യുക. അപ്പൊ ഈ പാർട്ടിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് റാക്ക്, ദിസ് ഈസ് കോൾഡ് പിനിയൻ. ഓക്കെ, ഓർത്തിരിക്കും. പതിമൂന്നാമത്തെ ചോദ്യം. When the situation such that the power has to be transmitted at an angle, the gears used are spur gear, helical gear, bevel gear, herringbone gear. ഒരു ആംഗിളിലേക്ക് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഗിയർ ആണ് മോസ്റ്റ് യൂഷ്വലി യൂസ് ചെയ്യുക? ഏതാണ്? ബിവൽ ഗിയർ ഈസ് ദ റൈറ്റ് ആൻസർ. ബിവൽ ഗിയർ ഈസ് ദ റൈറ്റ് ആൻസർ. ഇപ്പൊ ഈ സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ ആൻഡ് ഹെറിംഗ്ബോൺ ഗിയർ ആർ ദ എക്സാമ്പിൾസ് ഓഫ് പാരലൽ ഗിയർ. അതും കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെ. അതായത് സ്പർ ഗിയർ ആയിക്കോട്ടെ, ഹെലിക്കൽ ഗിയർ ആയിക്കോട്ടെ, ഹെറിംഗ്ബോൺ ഗിയർ ആയിക്കോട്ടെ, കാരണം ഇത് മൂന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്തില്ലെങ്കിൽ എക്സാം ഹാളിനുള്ളിൽ കയറിയിട്ട് ഓക്കെ ഇതൊക്കെ ആംഗിൾ ആണോ ചിന്തയൊക്കെ വരും. ആ ചിന്ത കുറച്ചു പേർക്ക് വന്നുകൊണ്ടാണ് തെറ്റിയത്. ഹെലിക്കൽ എന്ന് കേൾക്കുമ്പോഴേക്കും അവർ ചിന്തിക്കുകയാണ് ഇറ്റ്സ് ആൻ ആംഗിൾ. ആക്ച്വലി ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ടീത്തിന് മാത്രമാണ് ആംഗിൾ ഉള്ളൂ അല്ലെ. ഹെറിംഗ്ബോൺ ഹെലിക്കൽ ഗിയറിന്റെയും ഹെറിംഗ്ബോൺ ഗിയറിന്റെയും ടീത്ത് ആണ് ഇൻക്ലൈൻ ചെയ്തിട്ടുള്ളൂ. പവർ ട്രാൻസ്മിഷൻ നോട്ട് എന്താണ്, നോട്ട് അറ്റ് ആൻ ആംഗിൾ. അത് പാരലൽ തന്നെയായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ. നിർബന്ധമായിട്ട് റിവിഷൻ ചെയ്യേണ്ട സെക്ഷൻ ആണ് ഈ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഏരിയ. ഒരുപാട് ക്വസ്റ്റ്യൻസ് മെക്കാനിക്കലിൽ നിന്ന് ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസും വരുന്ന ഏരിയ ഇതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Herringbone gear resemble two gears that have been placed side by side. Spur, bevel, helical and face. Spur gear ആണോ, bevel gear ആണോ, helical gear ആണോ, face gear ആണോ? അതായത് ഹെറിംഗ്ബോൺ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ആണ്. രണ്ട് ഗിയറുകൾ മെർജ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗിയർ ആണ്. അത് ഏത് ടൈപ്പ് ഗിയർ ആണ് മെർജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ദാറ്റ് ഈസ് ഹെലിക്കൽ ഗിയർ. ഓർത്തിരിക്കുക, കാരണം ഇവിടെ നമ്മൾ, ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു സെക്ഷൻ മാത്രം വരയ്ക്കാം. ഇങ്ങനെ രണ്ട് ഗിയർ, ഒന്നിന്റെ ആംഗിള് ഇങ്ങനെ,
ഇങ്ങനത്തെ 2 ഗിയറുകൾ കൂട്ടി വെച്ചുണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഗിയറിയാണ് ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയാം. ഓക്കെ, കൂടുതൽ എൻഡ് ത്രസ്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് അങ്ങനത്തെ ഒരു രീതിയൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കോമൺ ടൈപ്പ് ഓഫ് സ്റ്റോൺ യൂസ്ഡ് ആസ് റെയിൽവേ ബലാസ്റ്റ്: ബസാൾട്ട് ഓർ ട്രാപ്പ് ഗ്രാനൈറ്റ്, മാർബിൾ, സ്ലേറ്റ്, സാൻഡ്സ്റ്റോൺ. റെയിൽവേ ബലാസ്റ്റിൽ യൂസ് ചെയ്യുന്ന സ്റ്റോൺ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് PSC എക്സാമുകൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏതാണ്? ബസാൾട്ട് ഓഫ് ട്രാപ്പ് ഗ്രാനൈറ്റ് എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. സ്ലേറ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലേറ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക നോർമലി റൂഫ് അല്ലെ, റൂഫും പർപ്പസിനാണ് നമ്മൾ സ്ലേറ്റ് യൂസ് ചെയ്യുക, ഓർത്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത്തെ ചോദ്യമാണ്. Specific gravity of stone should not in any case be less than 1, 1.5, 2, 2.5. ഏതാണ്? 2.5. ഈ 2 സ്പെസിഫിക് ഗ്രാവിറ്റി നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുണ്ടോ? 2 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചിട്ടുണ്ടോ? എവിടെയാ? ഓക്കെ, സിവിലൊക്കെ വന്നപ്പോഴേക്കും എല്ലാരും നല്ല രീതിയിൽ ഉണർന്നു തോന്നുന്നുണ്ടല്ലോ. ബ്രിക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാ പഠിച്ചിരിക്കുന്നത്? ബ്രിക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാ പഠിച്ചിരിക്കുന്നത്? 2 അല്ലെ, ഓർക്കുന്നില്ലേ? നെക്സ്റ്റ്, 17ാമത്തെ ചോദ്യം. Murum is a metamorphic rock, sedimentary rock, igneous rock, none of this. ഓക്കെ, മുറൂം എന്ന് പറയുന്നത് ഒരു മെറ്റാമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ്. കൃത്യമായി തന്നെ ഓർത്തിരിക്കണം, മനസ്സിലാക്കി വെക്കണം. ഈ മെറ്റാമോർഫിക് ആക്ഷൻസ് എല്ലാം തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഏത് ടൈപ്പ് റോക്കാണ് മെറ്റാമോർഫിക് ആക്ഷൻ വഴി വേറൊന്നായിട്ട് മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, 18ാമത്തെ ചോദ്യം. An example for the chemical classification of rock is. നമ്മൾ പ്രധാനമായിട്ടും 3 രീതിയിൽ തരത്തിരിക്കാം: ഫോളിയേറ്റഡ്, ഇഗ്നിയസ്, കാൽക്കേറിയസ്, മെറ്റാമോർഫിക്. ഫോളിയേറ്റഡ് റോക്ക്, ഇഗ്നിയസ് റോക്ക്, മെറ്റാമോർഫിക് റോക്ക്, കാൽക്കേറിയസ് റോക്ക്. ഏതാണ് ഇവിടെ കെമിക്കൽ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കാൽക്കേറിയസ് റോക്ക് ആണ്. അപ്പൊ ഈ കാൽക്കേറിയസ് റോക്കിലെ മേജർ കമ്പോണന്റ് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? കാൽക്കേറിയസ് റോക്കിലെ മേജർ കമ്പോണന്റ് ഏതാണ്? കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലെ. ക്ലേ മേജർ കമ്പോണന്റ് ആയിട്ട് വരുന്ന കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഏതാ? ക്ലേ, കക്കോ3 അല്ലെ, CaCO3. ഓക്കെ, അർഗിലേഷ്യസ് റോക്ക്. ഓക്കെ, ക്ലേ പ്രധാനമായ കമ്പോണന്റ് വരുന്നത് അർജിലേഷ്യസ് ആണ്. സിലീഷ്യസിൽ ഏതാ വരിക? സിലിക്ക അല്ലേ വരിക? ഓക്കെ, സിലീഷ്യസ് റോക്കിന് സിമ്പിൾ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് എനിക്കൊന്ന് മാർബിള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. ഒരു വൈറ്റിഷ്, അതായത് ഇച്ചിരി തിളക്കമുള്ള സാധനങ്ങളൊക്കെ സിലീഷ്യസിലേക്ക് വന്നേക്കാം. ക്ലേ കൂടുതലായിട്ട് വരുമ്പോൾ ലാറ്ററൈറ്റ് ഒക്കെ ആ ഒരു കിടത്തി വരാം. കാൽക്കേറിയസ് റോക്കിലാണ് ബാക്കി സാധനങ്ങളൊക്കെ കയറി വരും. ഓക്കെ, വെരി ഗുഡ്. ഓൾമോസ്റ്റ് 93% ആൾക്കാർ കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു 7% ആൾക്കാർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊന്നും തെറ്റിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The stone used for roofing purpose is known as. The stone used for roofing purpose: marble, sandstone, slate, pumic. എല്ലാവരും ആൻസർ ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. 100% accuracy. പറ്റും. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ് കഴിഞ്ഞോളൂ. സ്ലേറ്റ് ആണ് റൂഫിംഗ് പർപ്പസിന് യൂസ് ചെയ്യും. മെക്കാനിക്കലുകാര്
സിവിൽ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം. നേരെ തിരിച്ച് സിവിലുകാർ മെക്കാനിക്കൽ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം. പിന്നെ കുറെ എക്സാംസ് വന്നതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒബ്വിയസ്ലി ഐ നോ. ദ ടൂൾ യൂസ്ഡ് ഫോർ കട്ടിംഗ് സോഫ്റ്റ് സ്റ്റോൺ ഈസ് ജമ്പർ, ഗോജ്, ബോസ്റ്റർ, ഹാമർ. ഇവിടെ സോഫ്റ്റ് സ്റ്റോൺ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ ഏതാണെന്നുള്ളതാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബോസ്റ്റർ ആണ് കൃത്യമായ ആൻസർ വരിക. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സോഫ്റ്റ് ബ്രിക്ക് ആണെങ്കിൽ ടൂളിന്റെ പേര് എന്തായിരിക്കും? സോഫ്റ്റ് ബ്രിക്ക്. സ്കൗച്ച് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ സോഫ്റ്റ് ബ്രിക്ക് കട്ട് ചെയ്യും. ഓർക്കുന്നില്ല? ഓക്കെ, സ്കച്ച്. ഓക്കെ, യു ഷുഡ് റിമെമ്പർ ദ തിങ്സ്. കാരണം റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് 21ാമത്തെ ചോദ്യം. A good brick earth contains percentage of alumina 20 to 30, 8 to 12, 10 to 15, 30 to 40. It's a very simple question. Okay, ഏതാണ് 20 to 30? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടതാണ്. Which is the chief ingredient of good brick earth? Chief ingredient ഏതാണ്? Okay, alumina. Question is very, very important. Chief ingredient is not major ingredient. Okay, ഏറ്റവും കൂടുതലുള്ള ആളല്ല ചോദിച്ചത്. ചീഫ് ആരാണ്? ചീഫ്, പ്രധാനപ്പെട്ട ആള് ആരാണ്? പ്രധാനപ്പെട്ട ആൾ ആരാണ്? അലൂമിന തന്നെയാണ്. അലൂമിന ഗീവ്സ് പ്ലാസ്റ്റിസിറ്റി ആണ്, ഓർത്തിരിക്കുക. സിലിക്ക എന്ന് പറയുന്നത് എന്താണ്? കൂടുതലുണ്ട്, 50 to 60% ആളുണ്ട്. പക്ഷെ പുള്ളി ആരല്ല, മേജർ കമ്പോണന്റ് ആണ്, നോട്ട് ചീഫ് അല്ല. ഓക്കെ, മേജർ സിലിക്ക, ചീഫ് അലൂമിന. അത് ഓർത്തിരിക്കണം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് വീണ്ടും റിവൈസ് ചെയ്യണം എന്ന് പറയുന്നത്. Next question. The red color obtained by the bricks is due to the presence of lime, iron oxide, silica and manganese. ഏതാണ്? അയൺ ഓക്സൈഡ് അല്ലെ? അയൺ ഓക്സൈഡ് ആണ് കൃത്യമായ ആൻസർ. ഇതിലും കുറച്ച് പേർക്ക് തെറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, മാംഗനീസ് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കാം? മാംഗനീസ് യെല്ലോ കളറിലേക്ക് മാറും. ഓക്കെ, നെക്സ്റ്റ്. Efflorescence is seen on the brick which are made from the soil containing too much of iron oxide, alkali, magnesium, lime. ഇതെന്താന്ന് വെച്ചാല് ഇതിന് മുകളിൽ ഈ വിരലുള്ള പൊടി കാണുന്നില്ലേ, ഇതിനെയാണ് ഈ എൻഫ്ലോറസൻസ് എന്ന് ആക്ച്വലി പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അയൺ ഓക്സൈഡ് കൊണ്ടാണോ, ആൽക്കലി ആക്ഷൻ കൊണ്ടാണോ, മഗ്നീഷ്യം കൊണ്ടാണോ, ലൈം കൊണ്ടാണോ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ആൽക്കലി അല്ലെ? ആൽക്കലിയുടെ ഒരു ആക്ഷൻ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ ഈ എൻഫ്ലോറസൻസ് ഉണ്ടാവുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എൻഫ്ലോറസൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നമ്മുടെ ഞാൻ പറയുന്ന ഒരു 2 ദിവസം കൂടെ പറഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇതുവരെയുള്ള റിസൾട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതുവരെ മുമ്പിൽ നിൽക്കുന്ന റിജി, കാരണം കുറെ പേർക്ക് സെയിം സ്കോർ ഉണ്ട്. ബട്ട് ഹു ഇസ് ഫാസ്റ്റസ്റ്റും കൂടെ നോക്കിയിട്ടാണ് ഇവിടെ ഈ ലീഡർ ബോർഡ് വന്നിരിക്കുന്നത്. ഓക്കെ, നന്നായി പഠിച്ചാൽ മതി, അതും കുഴപ്പമില്ല. ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
Alumina in briquette gives the bricks. Resistance to shrinkage, plasticity, color, strength. ഏതാണ്? പ്ലാസ്റ്റിസിറ്റി. ഓക്കെ. ഷ്രിങ്കേജ് റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഏതാ? ഷ്രിങ്കേജ് റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കമ്പോണന്റ് ഏതായിരിക്കും? എനിബഡി? സിലിക്ക ആണോ? സിലിക്കയാണോ ലൈമാണോ? ഷ്രിങ്കേജ് റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത് ഏതായിരിക്കും? സ്ലൈം അല്ലേ? നോക്കാട്ടോ, ഞാൻ എങ്ങനെ ചോദിച്ചാൽ കൺഫ്യൂസിങ് ആയി. ലൈമാണെന്ന് എന്റെ ഒരു വിശ്വാസം. ഒന്ന് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഇതിന്റെ കാര്യത്തിൽ ഈ കമ്പൗണ്ട്സ് ആഡ് ചെയ്യുന്ന സമയത്തിൽ മൾട്ടിപ്ലൈ, ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം തന്നെ കുറെ കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഇതിലൊരു സംശയം വരിക. എന്റെ ഒരു വിശ്വാസം ലൈമാണെന്നാണ്. PSC ആൻസർ ലൈമാണെന്നാണ് ഞാൻ പറയുന്നത്. ബാക്കിയൊക്കെ അതിൽ വന്നേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? കാരണം നിങ്ങൾ ഇത് ആക്ച്വലി ഒരിക്കലും നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ സിലിക്ക ആഡ് ചെയ്യുന്ന എന്തിനാ എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ പറയും. എന്നിട്ട് ലൈമിനും ഇതേ സാധനങ്ങളൊക്കെ പറയും. പക്ഷെ PSCക്ക് ഒരു കൃത്യമായ ആൻസർ വരും. അപ്പം PSC ആൻസർ പ്രകാരം റെസിസ്റ്റർ ഷ്രിങ്കേജ് ലൈമാണ്. അതില് എന്റെ ഒരു ഫുൾ കോൺഫിഡൻസ് അതാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി പറയാം. സിലിക്ക നമ്മൾ കൂടുതൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. അതായത് അലൂമിനിയം പ്ലാസ്റ്റിസിറ്റി, സിലിക്ക സ്ട്രെങ്ത്, റെസിസ്റ്റൻസ് ടു ഷ്രിങ്കേജ്, സിലിക്ക. ഇത് മൂന്നാണ് ഏറ്റവും കൂടുതൽ ബ്രിക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്കൊന്ന് ഇതിലേക്ക് പോവാം. നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എത്രയുണ്ട്? നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കുറവാണ്. ബട്ട് ഞാൻ പറയുന്നത്, നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ ഒന്നാമത് ആവാനോ നോക്കണ്ട. ഇതിൽ ഒന്നാമനായിട്ട് പ്രത്യേകിച്ച് മെഡലൊന്നും കിട്ടാനും ഇല്ല. പക്ഷെ ഈ 25 ചോദ്യം സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാലോ. അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. 25 ചോദ്യത്തിൽ 25 മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഈ കോമ്പറ്റീഷൻ വിട്ടാലേ. മോക്ക് ടെസ്റ്റിൽ ഒന്നാമത് എത്തിയോണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ മെഡൽ കിട്ടാനൊന്നുമില്ല. കാരണം 25 വരെ സ്കോർ ചെയ്ത എല്ലാവരും ഒന്നാം റാങ്കിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഇതിൽ ഇപ്പൊ ഇച്ചിരി ഇത് ഒരു എന്താ പറയാ, നമ്മുടെ കാണാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇത് വരികയാണെന്ന് മാത്രം. ദ ആവറേജ് വെയിറ്റ് ഓഫ് ബ്രിക്ക് ഈസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 1.5, 2, 2.5, 3.2. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ല ചോദിച്ചത്, ആവറേജ് വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 3 to 3.6 വരെ വേരി ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ടെസ്റ്റിലൊക്കെ കണ്ടിട്ടുള്ളത്. 3 to 3.6. ഓക്കെ, അത് ഞങ്ങൾക്ക് 1800 അടുപ്പിച്ചല്ലേ ഇതിന്റെ ഒരു മൊത്തം വെയിറ്റ് വരുന്നത്. 1800 എങ്ങാണ്ടാണ് ടോട്ടല് ഒരു മീറ്റർ ക്യൂബില് വെയിറ്റ് വരിക. ഓക്കെ, ഇതില് 1 മീറ്റർ ക്യൂബില് മാക്സിമം എടുക്കാവുന്ന ബ്രിക്കിന്റെ എണ്ണം എന്ന് പറയുന്നത് 500 ആണ്. അപ്പൊ തന്നെ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഉറപ്പിക്കാം ഒരു 3 point സംതിങ് ആയിരിക്കും എന്ത് വരിക, ഒരു ബ്രിക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ. അല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ നോർമലി 3 to 3.6 എന്ന് പറയുന്ന ഒരു റേഞ്ച് ഒക്കെയാണ് കാണാറുള്ളത്. ഓർത്തിരിക്കാവുന്നതുള്ളൂ. പിന്നെ ഇതിന്റെ ബ്രിക്കിന്റെ ബേസിക് ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം. നോമിനൽ സൈസ്, സ്റ്റാൻഡേർഡ് സൈസ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരുപാട് പോയിന്റ്സ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കുക. കാരണം നമ്മൾ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽറ്റി ഉണ്ട്. നിങ്ങൾ പഠിച്ചതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത ടെസ്റ്റ് നടത്തുക. നെക്സ്റ്റ് ടെസ്റ്റിന്റെ ടോപ്പിക്ക് ഞാൻ ഇന്ന് വൈകുന്നേരം ഇടാം. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കേണ്ട ഒരു മെത്തേഡ് ഞാൻ പറയാ, എപ്പോഴും ഒരു ടോപ്പിക്കിന്റെ ഞാനൊരു 10-30 സെറ്റ് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ ആദ്യം തിയറി ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും, ഓൾമോസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ 30 സെറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, ഹരി, അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് സിവിലുകാരും മെക്കാനിക്കലും ഉണ്ട്. സിവിലുകാർ ഓൾറെഡി സിവിൽ നല്ല തറവാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അവർക്ക് മെക്കാനിക്കൽ ആയിരിക്കും വേണ്ടത്. അപ്പൊ നമുക്ക് KW ആയതുകൊണ്ട്, നമ്മുടെ കോഴ്സ് അതായതുകൊണ്ട് നമുക്ക് എപ്പോഴും കമ്പൈൻഡ് തന്നെ ഇത് ചെയ്യാം. ഇപ്പൊ മെക്ക് പോർഷൻസ് എളുപ്പമെന്ന് പറയുന്നില്ലേ, സെയിം എഫക്ട് സിവിലുകാർക്ക് ഉണ്ടാവും. സിവിലുകാർക്ക് പാടാതായിരിക്കും, മെക്കാനിക്കലായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും കമ്പൈൻഡ് തന്നെ പോകും, അതൊരു മേജർ കൺസേൺ നോക്കുന്ന സമയത്ത്. ഓക്കെ, ഞാൻ അതിലൊന്നും പ്രൊമോട്ട് ചെയ്യില്ല സാർ. ഡെയിലി ടെലഗ്രാം ബോട്ട് ക്വിസ് ഇടാമോ? ഐ എം നോട്ട് പ്രൊമോട്ടിങ് ദാറ്റ്. കാരണം ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സ്റ്റഡിക്ക് നല്ലതാണെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ്. കാരണം ബുക്ക് എടുക്കുക, പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മെത്തേഡ്. കാരണം നമ്മുടെ ബുക്സിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ സിവിലിന്റെ ഡ്രീം ക്യാച്ചറിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉണ്ട്. ഇലക്ട്രോൺ പബ്ലിക്കേഷൻസിന്റെ ബുക്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ 2 മണിക്കൂർ പഠിക്കുന്ന എഫക്റ്റ് ഒരിക്കലും നിങ്ങൾ ടെലിഗ്രാമിൽ ഇരുന്നാൽ കിട്ടും. 2 മാസത്തേക്ക് എടുത്ത് മാറ്റി വെക്കുന്ന ഞാൻ പറയുള്ളൂ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ടെലഗ്രാം ഗ്രൂപ്പുകളിലോ വെറുതെ ക്വിസ് ഇട്ട് ഉണ്ടാക്കരുത്. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഈ ടെലഗ്രാമിൽ ഇതിലും കൂടുതൽ സമയം ഇരിക്കുന്ന ആൾക്കാർക്ക് റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. റാങ്ക് സ്കോർ ചെയ്യുന്നത് കുത്തിയിരുന്ന് പഠിക്കുന്ന ആൾക്കാർക്കായിരിക്കും. മിക്കിന്റെ ബാക്കി ടോപ്പിക്സ് കീ ഇപ്പൊ എടുക്കാമോ? ഇപ്പൊ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഞാനിപ്പോ എടുക്കാം. കീ ആണ് ഇപ്പൊ പെൻഡിങ് ഉള്ളത്. കീ അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയില്ല. ഇപ്പൊ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു 1/2 മണിക്കൂർ കൊണ്ട് കീന്റെ സെക്ഷൻ തീർക്കാം. അതല്ലെങ്കിൽ ഈ ഇതിന്റെ ഹാങ് ഓവർ കൊണ്ടാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വിത്തിൻ 1 വീക്ക് തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. എവറിത്തിങ് ഇസ് റെഡി. ക്ലാസ് എടുക്കാൻ കണക്കാക്കി തന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ മടുത്തില്ലെങ്കിൽ നമുക്ക് എടുക്കാം, മടുത്തെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുത്തിലേക്ക് പോകാം, എടുക്കാം. ഓക്കെ, കുറച്ചു പേർക്ക് റെക്കോർഡ് സെക്ഷൻ മതി, നോ പ്രോബ്ലം. കുറെ പേര് റെഡിയാണ്. ഓക്കെ, അപ്പൊ കുറെ പേര് റെഡിയാണ്. നമുക്ക് എന്തായാലും ഇപ്പൊ എടുക്കാം. ഒരു 10-15 മിനിറ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ തരാം. എന്തായാലും ഇപ്പൊ 1/2 മണിക്കൂറിലായേ ഉള്ളൂ. 10, 40, 20 മിനിറ്റ്. ഓക്കെ, സ്ലൈഡ് ക്ലിയർ അല്ലേ? Of course. See, key. Key എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇപ്പൊ നമ്മൾ പവർ ട്രാൻസ്മിഷൻ ഒക്കെ പഠിച്ച സമയത്തായിരുന്നു ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കീ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഒരു ഇന്റർലിങ്ക് ആണ് ആക്ച്വലി. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ കപ്ലിംഗ് പഠിച്ചു, ബെയറിംഗ് പഠിച്ചു. ഇത് ഈ പറഞ്ഞ കൂട്ടത്തിലൊക്കെ ഞാൻ കീ എന്ന് പറഞ്ഞ സാധനം കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യാണ്, ഒന്ന് ഒരു PSC മോഡലിൽ കീയിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻ വരാൻ സാധ്യതയുണ്ടെന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുകയാണ്. അപ്പൊ സിംപ്ലി ഇതൊരു മെറ്റാലിക് പീസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊരു മെറ്റാലിക് പീസ് ആണ്. ചുമ്മാ ഒരു എന്താ പറയാ, ഒരു ഇരുമ്പ് കഷ്ണമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഇരുമ്പ് കഷ്ണം കൊണ്ട് എങ്ങനെയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഒരു ചെറിയ അതായത് നോർമലി ഇതിന്റെ ഡയമെൻഷൻ വേരി ചെയ്യുന്നത് 2 into 2 തൊട്ട് 50 to 100 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഡയമെൻഷൻ. ഇത് എന്ന് പറഞ്ഞാൽ എന്റെ തിക്നെസ് ആണ്, ഇതെന്ന് പറഞ്ഞാൽ എന്റെ വിഡ്ത്ത് ആണ്. ഓക്കെ, വിഡ്ത്ത് വേരി ചെയ്യുന്നത് 2 mm തൊട്ട് 100 mm വരെയാണ്. അതിന്റെ തിക്നെസ് വേരി ചെയ്യുന്നത് 2 mm തൊട്ട് 50 mm വരെയാണ്. അപ്പൊ ഇത്രയും ഒരു 6 mm തൊട്ട് 6 mm തൊട്ട് 400 mm വരെ എന്തും വേരി ചെയ്യാറുണ്ട്, ഇതിന്റെ ലെങ്ത്തും വേരി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കീ എന്ന് പറയുന്ന സംഭവം. കീ എന്ന് പറഞ്ഞ ഒരു മെറ്റാലിക് പീസ് ആണ്. ഈ മെറ്റാലിക് പീസിന്റെ ഡയമെൻഷൻ 2 into 2 to 50 to 100 ആണ്. 2 into 50 എന്ന് പറഞ്ഞാൽ തിക്നെസ് ആണ്, 2 to 100 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ആണ്. 6 to 400 mm വരെ എന്ത് വരാം, അതിന് ലെങ്ത്തും വരാം. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ചെറിയൊരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഇത് കണ്ടോ,
ഇതൊരു ഷാഫ്റ്റ്, ഇതൊരു ഹബ്. ഓക്കെ, ഒരു ഷാഫ്റ്റ് ഹബ്. ഇത് ഈ ടൈപ്പ് കപ്ലിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മഫ് കപ്ലിംഗ്. എടുത്ത് നോക്കുക കേട്ടോ, ഇനി ഞാൻ അതൊന്നും പറയില്ല. ഓക്കെ, ഒരു ഷാഫ്റ്റ്, ഒരു ഹബ്ബ്. ഈ ഷാഫ്റ്റ് ഹബ്ബും കൂടെ കൂട്ടി വയ്ക്കുന്ന സമയത്ത് ഈ ഷാഫ്റ്റ് ഈ ഹബിന്റെ ഉള്ളിൽ കിടന്ന് കറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കറങ്ങാനുള്ള സാധ്യതയെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് കീ എന്ന് പറയുന്ന ഈ മെറ്റാലിക് പീസിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലൊരു സ്ലോട്ട് കട്ട് ചെയ്യും. ഓക്കെ, ഇതിനെ നമ്മൾ കീ സീറ്റ് എന്നാ പറയാം. ഓക്കെ, ഷാഫ്റ്റ് കട്ട് ചെയ്യുന്നതിനെ സീറ്റ് എന്നാണ് പറയാ, സീറ്റ്. ഈ ഹബിൽ കട്ട് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ മഫിൽ കട്ട് ചെയ്യുന്നതിനെ വേ എന്നാണ് പറയുക. ഓക്കെ, കീ വേ, കീ സീറ്റ്. എന്നിട്ട് ഈ കീ എന്ത് വെക്കുന്നു, കീ വേലും കീ സീറ്റിലും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെക്കുന്നു. ആ വെച്ച ഒരു ഫിഗർ ആണ് നമ്മൾ ഇവിടെ കാണിച്ചു ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മെറ്റാലിക് പീസ് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷാഫ്റ്റ് അതിൽ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യോ? റൊട്ടേറ്റ് ചെയ്യോ? റൊട്ടേറ്റ് ചെയ്യില്ല. ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഇതാണ് ഇതിന്റെ ആക്സിസ്. ഈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ആര് വെച്ചിരിക്കുന്നത്, നമ്മുടെ കീനെ വെച്ചിരിക്കുന്നത്. കീനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പാരലൽ ടു ദ ഷാഫ്റ്റ് ആക്സിസ് ആയിരിക്കും. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഞാൻ സിംപ്ലി എന്താണ് കീ എന്നാണ് പറഞ്ഞു വരുന്നത്. കീ എന്ന് പറഞ്ഞൊരു മെറ്റാലിക് പീസ് ആണ്. ഇതിന്റെ ബേസിക് ഡയമെൻഷൻ ഓർത്തിരിക്കുക. ദെൻ എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് ഓർത്തിരിക്കുക. എന്താണ് കീ സീറ്റ്, എന്താണ് കീ വേ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതെന്താണ്? കീ വേ. ഓക്കെ, ദിസ് ഈസ് കീ സീറ്റ്. സീറ്റ് വേ, സീറ്റ് വേ. സീറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം. ഇരിക്കുന്ന സ്ഥലം, താഴോട്ടല്ലേ ഇരിക്കുള്ളൂ. നമ്മൾ എപ്പോഴും താഴോട്ടല്ലേ ഇരിക്കുള്ളൂ. ക്ലിയർ? ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? I can move forward only then when you say okay. Okay, okay, very good, very good. Okay, അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. ഡയമെൻഷൻസ് പറയാം കേട്ടോ. 2 into 2, 2 into 2, 50 to 100, 6 to 40, 400. ഇതൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ഓർത്തിരുന്നു. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ആണ് സംഖ് കീ ആൻഡ് സാഡിൽ കീ. സംഖ് കീ ആൻഡ് സാഡിൽ കീ. ഈ സംഖ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാർഷ്യലി ഫിറ്റഡ് ഇൻ ദ ഷാഫ്റ്റ് ആൻഡ് ഹബ്. ഓക്കെ, ഇപ്പൊ ഹബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിലിണ്ടറിക്കൽ ആ മഫിനെ നമ്മൾ പറയുന്ന പേരാണ് ഹബ് എന്ന് പറയുന്നത്. ഇപ്പൊ പാർഷ്യലി ഷാഫ്റ്റിലും പാർഷ്യലി ഹബിലും വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്ന മെത്തേഡാണ് സംഖ് കീ എന്ന് അറിയപ്പെടുന്നത്. സംഖ് കീ, സംഖ് കീ. നെക്സ്റ്റ് ആണ് സാഡിൽ കീ. സാഡിൽ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്ന, ഈ ഷാഫ്റ്റിൽ എന്ത് ചെയ്യില്ലേ, നമ്മൾ ഒരു കീ സീറ്റ് കട്ട് ചെയ്യില്ല. ഈ കട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റേ ഇത് മാത്രം കട്ട് ചെയ്യും, കീവേ മാത്രം കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഈ കീ എന്ത് ചെയ്യും, ഇങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മുകളിൽ പ്ലേസ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ലൈറ്റ് ലോഡ് ആപ്ലിക്കേഷൻ മാത്രമേ പറ്റുള്ളൂ. ലൈറ്റ് ലോഡ്. കാരണം എന്താണ്, ഇത് ഇവിടെ നിൽക്കുന്നത് ഒരു ഫ്രിക്ഷൻ കൊണ്ട് മാത്രമായിരിക്കും നിൽക്കുക. ഓക്കെ, റെസ്റ്റ് ഓൺ ദി ഷാഫ്റ്റ് ആൻഡ് ഫിറ്റഡ് ഓൺ ദി ഹബ് എന്നാ പറഞ്ഞത്. റെസ്റ്റ് ഓൺ ദി ഷാഫ്റ്റ് ആൻഡ് ഫിറ്റഡ് ഓൺ ദി ഹബ്. ഇതാണ് എന്ത്, സാഡിൽ കീ എന്നറിയപ്പെടുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്. സംഖ് കീ എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഫിറ്റഡ് ഇൻ ദ ഷാഫ്റ്റ് ആൻഡ് ദി ഹബ് എന്നുള്ളതാണ്. സാഡിൽ കീ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഓൺ ദി ഷാഫ്റ്റ്. റെസ്റ്റ് ഓൺ, ഈ ഷാഫ്റ്റിൽ റെസ്റ്റ് ചെയ്യുള്ളൂ, ഒരിക്കലും അതിലേക്ക് ഫിറ്റിംഗ് ഇല്ല. ഫിറ്റഡ് ഓൺ ദി ഹബ്, ഫിറ്റഡ് ഓൺ ദി ഹബ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കാരണം ഞാനിത് പറയാൻ കാര്യം, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് ഒരുപാട് പേരുള്ളത്. കാരണം ഇത് കൃത്യമായി മനസ്സിലായിട്ട് മാത്രം മുമ്പോട്ട് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, മനസ്സിലായോ സാറേ പോലെ? മനസ്സിലായോ 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 എന്ന് ഒരുപാട് തവണ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെ ചില അധ്യാപകർ നമ്മളില്ലേ മനസ്സിലായോ മനസ്സിലായോ എന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് ആണ് പാരലൽ കീ. നെക്സ്റ്റ് ആണ് പാരലൽ കീ. പാരലൽ കീനെ തന്നെ നമ്മൾ ഫെദർ കീ എന്ന് പറയാറുണ്ട്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാല് ഞാൻ ടാപ്പർ കീ പറയാം,
എങ്കിൽ മാത്രമാണ് ഇതിൽ പറയാൻ. ഇതൊരു ഇതുണ്ടോ, റെക്ടാങ്കിൾ സെക്ഷൻ പ്രത്യേകിച്ച് ടാപ്പർ ഒന്നുമില്ല, ചുമ്മാ ഒരു മെറ്റാലിക് പീസ്. ഇതിനെയാണ് നമ്മൾ പാരലൽ കീ എന്ന് പറയുന്നത്. വലിയ ഇമ്പോർട്ടന്റ് എന്നല്ല. ഞാൻ ടൈപ്പ് ഓഫ് കീ ഇവിടെ പറയാണ്. ഇവിടെ കുറെ ടൈപ്പ് കീ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറെ ടൈപ്പ് കീ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം വന്നിട്ടുള്ളത് ഇയാളാണ്. ഇയാളെ പറയുന്ന പേരാണ് വുഡ്രഫ് കീ. ഓക്കെ, ഇദ്ദേഹത്തെ പറയുന്ന പേരാണ് ജിബ് ഹെഡ് കീ. ഓക്കെ, അപ്പൊ ഒരു ഹെമി സ്ഫെരിക്കൽ ഫേസ്, ഒരു സെമി സ്ഫെരിക്കൽ ഫേസിൽ കാണപ്പെടുന്ന കീ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് വുഡ്രഫ് കീ. സാധാരണ ഇത് എവിടെ യൂസ് ചെയ്യുക, ഒരു പാരലൽ ആയിട്ട് ഷാഫ്റ്റ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മളത് യൂസ് ചെയ്യുക. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. അതിനു മുമ്പ് നമുക്ക് ടൈപ്പ്, നമ്മൾ ഈ ലെറ്റേഴ്സ് ഒക്കെ ഡിപ്പെൻസ് ഓൺ ടൈപ്പ്, ക്ലാസ് എ ക്ലാസ് ബി എന്നൊക്കെ തിരിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഇതിനെയും കീനെയും നമ്മൾ ടൈപ്പ് A to J ക്ലാസിഫൈ ചെയ്യാറുണ്ട്. A to J. ഓക്കെ, അപ്പൊ A to J യില് നമുക്ക് ആകെ അറിയേണ്ടത് A, B and C ആണ്. ഈ C നമുക്ക് ഇവിടെ വേണ്ട. എയും ബിയും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക. ടൈപ്പ് A and ടൈപ്പ് B. ടൈപ്പ് A and ടൈപ്പ് B. ഓക്കെ, a key with both ends round shape. A key with both ends round shape. ഇവിടെ നോക്കിയേ, a key with both ends round shape അറിയപ്പെടുന്ന പേരാണ് എന്ത്? ടൈപ്പ് A. ക്ലിയർ? അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ടൈപ്പ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a key with both ends square. അപ്പൊ ടൈപ്പ് സി എന്തായിരിക്കും? അപ്പൊ ടൈപ്പ് സി എന്തായിരിക്കും? ഒരു റൗണ്ടും ഒരു സ്ക്വയറും വന്നാൽ ദാറ്റ് ഈസ് ടൈപ്പ് സി. ഓക്കെ, ഓക്കെ, ഇനി ഇതിൽ പറയാണ് A to J യില് എയും ബിയും ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ എങ്ങനെയാണ് ഷാഫ്റ്റിലേക്ക് ഫിക്സ് ചെയ്യുക? സ്ക്രൂ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അല്ലെ ഈ കീയില് ടൈപ്പ് എയും ബിയും ഒഴിച്ചുള്ള ബാക്കി എല്ലാ കീകളും നമ്മൾ എന്താ ചെയ്യുന്നത്? ഷാഫ്റ്റിലേക്ക് സ്ക്രൂ വെച്ചാണ് കണക്ട് ചെയ്യുക എന്നുള്ളൊരു പോയിന്റും കൂടെ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് കീ ടൈപ്പ് A ഉണ്ട്, ടൈപ്പ് B ഉണ്ട്. ടൈപ്പ് A ഉണ്ട്, ടൈപ്പ് B ഉണ്ട്. ടൈപ്പ് A എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ റൗണ്ട് ആണ്. ടൈപ്പ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ സ്ക്വയർ ആണ്. ടൈപ്പ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെന്റെ സ്ക്വയർ ആണ്, ഒരെന്റെ റൗണ്ട് ആണ്. ഇനി A to J യിലെ എയും ബി ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ ഷാഫ്റ്റിലേക്ക് സ്ക്രൂ ചെയ്താണ് പിടിപ്പിക്കുക. അതായത് ഇപ്പൊ സിമ്പിൾ ചിന്തിച്ച്, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കീ, ഈ കീയില് നമ്മൾ ഇവിടുത്തെ ഒരു ഹോൾ ഇട്ടു എന്ന് വിചാരിക്കാം. ഈ ഹോൾ ഇട്ടിട്ട് ഇതിന്റെ താഴെയുള്ള ഷാഫ്റ്റിലും ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ സ്ക്രൂ ഇട്ട് ഇതിനെ ഉറപ്പിച്ചുകൂടെ? ഗ്രബ് സ്ക്രൂ എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. ഗ്രബ് സ്ക്രൂ മെക്കാനിക്കലാർക്ക് അറിയായിരിക്കും, സിവിലുകാർ കേട്ടിട്ടും ഉണ്ടാവില്ല. ഗ്രബ് സ്ക്രൂ. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോർമലി അങ്ങനെയുള്ള കീസ് ഒക്കെ അതിലേക്ക് ഫിറ്റ് ചെയ്യുക എന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡയമെൻഷൻസ് കീ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഗ്രബ് അത് ഇമ്പോർട്ടന്റ് ഒന്നല്ല, അത് ചോദിക്കൂല, ഞാൻ പിന്നെ ചുമ്മാ പറഞ്ഞു പോയെന്നുള്ളൂ. സുജ അത് എഴുതണ്ട, ഞാൻ പറയുമ്പോൾ അത് എഴുതല്ലേ, കാരണം എഴുതി കഴിഞ്ഞ് നിങ്ങൾ അതും പഠിക്കും. അതൊന്നും ചോദിക്കില്ല, എന്തായാലും ചോദിക്കില്ല. ഓക്കെ, ഓക്കെ, ഞാൻ നിർബന്ധമായി പഠിക്കേണ്ടത് എന്തായാലും ഞാൻ ഇമ്പോർട്ടന്റ് തന്നെ പറയൂ കേട്ടോ. ഒരു തവണയെങ്കിലും PSC എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും ഇത് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഡയമെൻഷൻസ് ഓക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ ജാക്ക് സ്ക്രൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ജാക്ക് സ്ക്രൂ ഇത് എന്തിനാണെന്ന് വെച്ചാല് ഈ കീനെ കീ സീറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണ്ടേ. കീനെ കീ സീറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ജാക്ക് സ്ക്രൂ എന്ന് പറയുന്നത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ ഡയമെൻഷൻസ് ബേസ് ചെയ്യുന്നത് ഷാഫ്റ്റിന്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നോർമലി ഇപ്പൊ നമുക്ക് ഇതിന്റെ തിക്നെസ്, ഇതിന്റെ വിഡ്ത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ബേസ്ഡ് ഓൺ ഷാഫ്റ്റ് ഡൈ ആണ്. കാരണം ഒരു വലിയ ഷാഫ്റ്റിനെ സംബന്ധിച്ച് വലിയ കീ വേണ്ടി, ചെറിയ ഷാഫ്റ്റിനെ വെച്ച് ചെറിയ കീ വേണ്ടി വരും. അപ്പൊ ഡിപ്പെൻഡ്സ് ഓൺ ഷാഫ്റ്റ് ഡയമീറ്റർ ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്? കീ ഡിസൈൻ ചെയ്യുക. അപ്പം അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ആണ് ടോളറൻസ്. ടോളറൻസ് പറയുന്ന സെക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. എന്താണ് ടോളറൻസ്? ടോളറൻസ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. എന്തിനു വേണ്ടി ടോളറൻസ് യൂസ് ചെയ്യുന്നു? ഇതിലെ ഒരുപാട് ഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്.
അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, കീ ആൻഡ് കീവേഡ് ടോളറൻസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. H9 എന്ന് പറയുന്ന ഇതാണ് സ്ക്വയർ കീ യൂസ് ചെയ്യാം. H11 ആണ് റെക്ടാങ്കിൾ കീക്ക് യൂസ് ചെയ്യാം. ഏകദേശം എത്ര ടൈപ്പ് ടോളറൻസ് ഉണ്ടായിരുന്നു? എനിബഡി? എത്ര ടൈപ്പ് ടോളറൻസ് ഗ്രേഡ്സ് ഉണ്ട്? 18 അല്ലെ? 18. വെരി ഗുഡ്, വെരി ഗുഡ്. 18. 25 ഫിറ്റ്സും 18 ടോളറൻസും. 25 ഫിറ്റ്സും 18 ടോളറൻസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പൊ അതില് H9 എന്ന് പറയുന്ന ഗ്രേഡ് ആണ് സ്ക്വയർ കീ യൂസ് ചെയ്യുക. H11 ആണ് റെക്ടാങ്കിൾ കീ യൂസ് ചെയ്യുക. കീ വേക്ക് D10 ആണ്. കീ വേക്ക് D10 ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത് ഷാഫ്റ്റിലുള്ളതായതുകൊണ്ടാണ് ഇത് സ്മോൾ ലെറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഹോളിൽ ഉള്ളതായതുകൊണ്ടാണ് ഇത് എന്ത് യൂസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ. H9, H11, D10. ഓക്കെ ഓക്കെ, വേണ്ട. മെറ്റീരിയൽ ഓഫ് കീ. നോർമലി കീ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റീൽ കൊണ്ടാണ്. അത് മാക്സിമം അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് വരുന്ന 600 മെഗാ പാസ്കൽ ആണ്. അതും കൂടെ നോക്കിയിരുന്നു കേട്ടോ. 600 മെഗാ പാസ്കൽ. ഓക്കെ, നോക്കിക്ക 600 എന്നുള്ള വാല്യൂ കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എങ്ങനെ ഡിസിഗ്നേഷൻ ചെയ്യും? ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണത് പറയുക? ഡിസിഗ്നേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മൾ കീ കടയിൽ പോയി വാങ്ങണം. ഈ കടയിൽ പോയി വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലാണ് കീ കിട്ടുക എന്നുള്ളത്, ഏത് ടൈപ്പ് ആണെന്ന് അറിയണം, വേണമല്ലോ. അതായത് ടൈപ്പ് A to J നമ്മൾ പറഞ്ഞിരുന്നു, അത് നമ്മൾ അറിയണം. വിഡ്ത്ത് എത്രയാന്ന് പറയണം, ഹൈറ്റ് എത്രയാന്ന് പറയണം, ലെങ്ത് എത്രയാന്ന് പറയണം. ഓക്കെ, അപ്പൊ വിഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത് A. ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, ഒരു കീനെ സ്പെസിഫൈ ചെയ്യുക. ആദ്യം വിഡ്ത്ത് ആണ് പറയാ, അതിനുശേഷം ഹൈറ്റ് ആണ് പറയാ, അതിനുശേഷമാണ് ലെങ്ത് പറയാ. ഒരിക്കലും ലെങ്ത് ഹൈറ്റ് വിഡ്ത്ത് അല്ല, വിഡ്ത്ത് ഹൈറ്റ് ലെങ്ത്, വിഡ്ത്ത് ഹൈറ്റ് ലെങ്ത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരിക. A70 × 36 × 250 IS 2048. 70 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? The question will be like this. മെക്കാനിക്കൽ PSC പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ പാറ്റേണിലാണ്. A70 × 36 × 250 IS 2048 70 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തിനായിരിക്കും? 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 വിഡ്ത്തിനെയായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ. വിഡ്ത്താണോ സംശയമില്ല. നമ്മൾ പറഞ്ഞായിരുന്നു വിഡ്ത്ത് ഹൈറ്റ് ആൻഡ് ലെങ്ത് ആണല്ലോ. ആദ്യം ടൈപ്പ് A എന്ന് പറഞ്ഞ ടൈപ്പ് A ആണോ, ടൈപ്പ് B ആണോ, അല്ലെങ്കിൽ ടൈപ്പ് C ആണോ എന്ന് ആദ്യം പറയും. അതിനുശേഷം വിഡ്ത്ത് എത്രയാന്ന് പറയും, അതിനുശേഷം ഹൈറ്റ് എത്രയാന്ന് പറയും, അതിനുശേഷമാണ് ലെങ്ത് പറയാ. സെറ്റ് അല്ലേ? ഇനിയാണ് ടാപ്പർ കീ. ടാപ്പർ കീ, ഈ ടാപ്പർ കീ പറയുന്നത് ഓക്കെ, ടാപ്പർ കീ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് വീട്ടില് ഗ്ലാസ് ഉണ്ട്. ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഗ്ലാസ്സിന് ചെറിയൊരു ടാപ്പർ കണ്ടിട്ടുണ്ടോ? ചെറിയൊരു ടാപ്പർ. വീട്ടിലെ ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കറക്റ്റ് അറിയാം. സ്റ്റീൽ ഗ്ലാസ്സുകളിലൊക്കെ ചെറിയൊരു ടാപ്പർ കണ്ടിട്ടുണ്ടോ? ബക്കറ്റ്. ഓക്കെ, ലെയ്ത്തിന്റെ ക്ലാസ് ഞാൻ കൃത്യമായി പറഞ്ഞാണ് എന്തിനാ ടാപ്പർ കൊടുക്കുന്നത് അല്ലെ? ലെയ്ത്തിന്റെ ക്ലാസ്സിലല്ലേ പറഞ്ഞായിരുന്നു. അതായത് ഒന്നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കണം അല്ലെ, സ്പേസ് കൺസ്യൂം ചെയ്യണം. അതായത് ഒരു ഹോൾഡിംഗ് കൂടെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ടാപ്പർ കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കീനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഊരി എടുക്കണമെങ്കിലും എന്ത് വേണം, ചെറിയൊരു ടാപ്പർ വേണം. ഈ ടാപ്പർ ഇല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു ടൈറ്റ് ഫിറ്റ് ആയിട്ട് വെച്ച് തിരിച്ചെടുക്കാൻ പറ്റില്ല. ടാപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നോർമലി നമ്മൾ ടാപ്പർ കീയിൽ കൊടുക്കുന്ന ടാപ്പർ എന്ന് പറയുന്നത് 1 to 100 ആണ്. 1 to 100 ആണ്. ഇനി നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു പിൻ കീ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു സംഭവം, ഇത് 1 to 50 ആണ്.
ഈ 2 പോയിന്റ് മാത്രം നിങ്ങൾ ടാപ്പറിൽ നിന്ന് കൃത്യമായി ഓർത്തിരുന്നാണ്. ഓക്കെ ആണല്ലോ. 1 to 100 ആണ് നമ്മൾ നോർമലി ഒരു സ്ക്വയർ കീക്ക് ഒക്കെ കൊടുക്കുന്ന ടാപ്പർ എന്ന് പറയുന്നത്. 1 to 50 ആണ് പിൻ കീക്ക് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം ഒരു 22 mm ഡയമീറ്റർ ഉള്ള ഇപ്പൊ നമ്മുടെ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ 22 mm ആണെന്ന് വിചാരിക്കാം. 22 mm. ഇത് താഴോട്ടുള്ള ഷാഫ്റ്റുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സ്ക്വയർ സെക്ഷൻ ഉള്ള കീ ആണ് യൂസ് ചെയ്യുക. സ്ക്വയർ സെക്ഷൻ. ഇനി ഇത് 22-ന് മേലെയുള്ള ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ 22-ന് മുകളിലുള്ള ഒരു കീ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ 22 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ കൃത്യമായി അതിനെ ഓർത്തിരിക്കുക. ഓക്കെ, 22ക്ക് താഴെയാണ് സ്ക്വയർ സെക്ഷൻ, ഇവിടെയാണെങ്കിൽ റെക്ടാംഗിൾ സെക്ഷൻ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വിഡ്ത്ത് പറയുന്നുണ്ട്, തിക്നെസ് പറയുന്നുണ്ട്. വിഡ്ത്ത് നോർമലി നമ്മൾ കൊടുക്കുന്നത് D/4 ആണ്. അതാണ് ഇവിടെ 0.25D എന്ന് പറയുന്നത്. ഈ 2 mm നമ്മൾ എന്തിനാ ക്ലിയറൻസിന് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ വിഡ്ത്ത് ഓഫ് കീ എന്ന് പറഞ്ഞാൽ 0.25D-യും തിക്നെസ് ഓഫ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3D ആയിരിക്കും. ഇപ്പൊ ഇതും കൂടെ ജസ്റ്റ് നോക്കി, ഇതൊരു ജനറൽ പ്രൊപ്പോർഷൻ ആണ്. ഇന്നങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് രണ്ടും മാത്രം നോക്കി. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D/4, T എന്ന് പറഞ്ഞാൽ 2/3D. അപ്പൊ ഈ 2/3 നമുക്ക് 0.66 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ D/4 0.25D എന്ന് എഴുതാൻ പറ്റും. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ. ഇത് 0.66B ആട്ടോ. നോക്കണേ ചെറിയ കാര്യം മാറ്റിപ്പോയിട്ടുണ്ട്. 0.66B ആണ്. വിഡ്ത്ത് ഓഫ് കീ ആണ് B. ഓക്കെ, സ്ക്വയർ കീയിൽ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു തിക്നെസ് ആണ്. വിഡ്ത്തും തിക്നെസ്സും ഒരേപോലെ ആയിരിക്കും. അവ രണ്ടും എന്തായിരിക്കും? D/4 ആയിരിക്കും. ഓക്കെ, ഇതാണ് ജിബ് ഹെഡഡ് കീ എന്ന് പറയുന്നത്. ജിബ് ഹെഡഡ് കീ. ഈ ജിബ് ഹെഡഡ് കീ എന്തിനാക്കി യൂസ് ചെയ്യാന്ന് വെച്ചാല് നമുക്കിപ്പോ ഒരു ഷാഫ്റ്റ് ഹബും കൂടെ കണക്ട് ചെയ്തു. ഈ കണക്ട് ചെയ്തതിനു ശേഷം നമുക്കൊരു ഈസി റിമൂവലിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ടാപ്പറോ കൊടുത്തെങ്കിൽ പോലും നമുക്ക് ഇതിന് ഊരിയെടുക്കാൻ ഭയങ്കര പാടാണ്. ഈ ഊരിയെടുക്കുന്നത് ഒരു ഇച്ചിരി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു ഹെഡ് ഇവിടെ കൊടുക്കും. ഈ ഹെഡ് കൊടുത്തെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തട്ടി കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ചുറ്റി വെച്ചിട്ട് തട്ടി എന്ന് വിചാരിക്കാം. ഇവിടെ തട്ടാനുള്ള സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ഊരിയെടുത്തുകൂടെ? നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് കിട്ടുന്നില്ല അതിന്റെ. ജിബ് ഹെഡ് കീ ഇവിടെ യൂസ് ചെയ്യുക ഒരു ഈസി റിമൂവൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിബ് ഹെഡ് യൂസ് ചെയ്യുക. കിട്ടിയോ? സംഭവം കിട്ടിയോ? ക്ലിയർ ആയോ? എന്തിനാണ് ജിബ് ഹെഡ് കീ യൂസ് ചെയ്യുന്നത്? ക്ലിയർ ആയോ? ഓക്കെ, ഇതിന്റെ പ്രൊപ്പോർഷൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ഇവിടെ തിക്നെസ് ഇത് 0.66B ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ ഈ ജിബ് ഹെഡിന്റെ ഹൈറ്റ് എന്ന മാത്രമാണ് നമുക്ക് ഒരു ഓർത്തിരിക്കണമെങ്കിൽ 1.75 ഇൻറ്റു തിക്നെസ്. കാരണം നമുക്കറിയാം ജിബ് ഹെഡിന് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട്. അത് 1.75 ഇൻറ്റു തിക്നെസ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, 1.75 ഇൻറ്റു തിക്നെസ്. വേറെ ഒന്നും ഇവിടെ നിന്ന് ഓർക്കണ്ട. തിക്നെസ് ഓഫ് ദി ഹെഡ് ബാക്കിയൊക്കെ പഴയ തന്നെ. തിക്നെസ് ഓഫ് ദി ഹെഡ് 1.75 T. ഈസി റിമൂവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജിബ് ഹെഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് വുഡ്രഫ് കീ. വുഡ്രഫ് കീന്റെ ഡയമെൻഷൻസ് നിങ്ങൾ തൽക്കാലം ഒന്ന് ഒഴിവാക്കിയാലേ നിങ്ങൾ ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഷേപ്പ് കൃത്യമായി തന്നെ ഓർത്തിരിക്കാം. പാരലൽ ഷാഫ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഉണ്ട് വിചാരിക്കാം. ഒരു ഷാഫ്റ്റ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് എങ്ങനെ ഒരു ഹബിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കീ ഇൻസേർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ ജിബ് ഹെഡ് കീ യൂസ് ചെയ്യുക. സെമി സർക്കിൾ എന്നൊക്കെ തന്നെ വരാറ്. ഓക്കെ, സെമി സർക്കിൾ ഷേപ്പ്. ഓക്കെ, ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ എന്ന രീതിയിലൊക്കെ തന്നെ വരും. നിങ്ങൾക്ക് ആ ഇത് ഷേപ്പ് മനസ്സിലാക്കി വെച്ചാണ്.
ഓക്കെ, അപ്പോ നോർമലി പാരലൽ ഷാഫ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി, സോറി, ഇൻക്ലൈൻഡ് ഷാഫ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ ഏതാണെന്നും കൂടെ ചോദിക്കാറുണ്ട്. ഇൻക്ലൈൻഡ് ഷാഫ്റ്റ് ഏതാണ്? വുഡ്രഫ് കീ ആണ്. ഓക്കെ, ഇത് പറഞ്ഞല്ലോ വുഡ്രഫ് കീന്റെ ഷേപ്പും വുഡ്രഫ് കീന്റെ ആപ്ലിക്കേഷനും. ഈ റേഷ്യോ, തിക്നെസ്, ഹൈറ്റ് ഓഫ് കീ തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മാക്സിമം ഡയമീറ്റർ, ഈ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വുഡ്രഫ് കീ യൂസ് ചെയ്യുന്ന മാക്സിമം ഡയമീറ്റർ 40 mm ആണെന്ന് ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, കാരണം നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. നമ്മൾ അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്യാന്ന് പറയും. നമ്മൾ ഇതിന്റെ പുറത്തൊരു ക്വസ്റ്റ്യൻ പോലും വരാതിരിക്കാനാണ് നമ്മൾ ആ ഒരു ആസ്പെക്റ്റിൽ പോവാം. ഓക്കെ, ഇതായിരിക്കും സംഭവം. ക്ലിയർ ഇമേജ്, ഒറിജിനൽ ഇമേജ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കീ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് പഠിക്കേണ്ടത്. അപ്പൊ കീ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറയുകയാണെങ്കിൽ സംഖ്യ കീ ആൻഡ് സാഡിൽ കീ, ഇത് തന്നെയായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ കീയുടെ ബേസിക് ഫംഗ്ഷൻ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നേക്കാം. പിന്നെ അതിന്റെ ബേസിക് ഡയമെൻഷൻസ്, അതായത് 2 to 2 into 50 to 100 പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ലെങ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. അതിന്റെ ക്ലിയറൻസുകൾ വരെ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ടൈപ്പ് ഓഫ് കീ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സിമ്പിൾ ആണ്. ടൈപ്പ് എ, ടൈപ്പ് ബി ആൻഡ് ടൈപ്പ് സി കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഡിസിഗ്നേഷൻ കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ടാപ്പർ, 1 in 100 ആണ് ടാപ്പർ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം 1 in 100 എന്ന് പറഞ്ഞാൽ 100 mm കൂടുമ്പോൾ 1 mm വ്യത്യാസം വന്നിട്ടുണ്ടാണ്. അതായത് സ്കോളർ ടാപ്പർ എന്ന് പറയുന്നത്. ടാപ്പർ എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കീനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒരു വലിയ വൈഡ് ആംഗിൾ ഒന്നുമല്ല, ഒരു ചെറിയ ടോപ്പിക് ആയിരുന്നു. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വല്ല വൈൻഡപ്പ് ചെയ്യാം. ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ ഞാൻ പറയാം, ടോപ്പിക് പറയാം. കുറച്ച് കൂടുതൽ ടോപ്പിക് തരാം അല്ലെ, 1 വീക്ക് സമയം ഉണ്ടല്ലോ. ഞാൻ 50 ക്വസ്റ്റ്യൻ ഇടാന്ന് വിചാരിച്ചത്, പക്ഷെ 50 ക്വസ്റ്റ്യൻ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. അത് 50 ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നമ്മൾ ഒരു 1.5 മണിക്കൂർ പോകും. നിങ്ങളും നല്ല ടയർഡാവും, ഞാനും നല്ല ടയർഡാവും. ഓക്കെ, 25-30 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നിർത്താം. കാരണം ഒരുപാട് സമയം നമ്മളിനി മൊബൈലിലേക്ക് ഇതിലേക്ക് പോകണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഒരു തവണ 1 ടൈം റിവിഷൻ എല്ലാവരും കഴിഞ്ഞല്ലോ അല്ലെ? ബുക്സ് വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് കുറച്ചും കൂടെ ഉണ്ട് ബുക്ക്. ഇല്ല, ജിഗ് ഫിക്സർ അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ജിഗ് ഫിക്സർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് റെക്കോർഡ് സെക്ഷനിൽ നോക്കിയാൽ മതി. സ്നേഹ, ഓക്കെ. വെൽഡ് നമുക്ക് റിവിഷന്റെ കൂടെ ഈ പറഞ്ഞത് തന്നെ പറയാനുള്ളൂ. വെൽഡിങ്ങിനെ കുറിച്ച് ഒരുപാടൊന്നും പഠിക്കാനില്ല. വെൽഡിംഗ് സെക്ഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ഈ റിവിഷൻ പറയുന്ന സമയത്ത് ഞാൻ അതിന്റെ കൂടെ അങ്ങ് പറഞ്ഞു നോക്കണം. അതിനുവേണ്ടി വേറെ സെക്ഷൻ വേണ്ട, നമുക്ക് ഒരു 10 മിനിറ്റ് പോലും വേണ്ട വെൽഡിംഗ് തീർക്കാൻ, അതായത് നിങ്ങളുടെ വെൽഡിംഗ് തീർക്കാൻ. അത്രേ ഉള്ളൂ. കാരണം വെൽഡ് ജോയിന്റ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, പറയാം. ഓക്കെ, അങ്ങനെ എല്ലാം വൈൻഡപ്പ് ചെയ്തോട്ടെ. പിന്നെ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇറിഗേഷൻ ലിസ്റ്റിൽ അത്യാവശ്യം നല്ല റാങ്ക് ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഗ്രേഡ് 2 എക്സാമുകൾക്കൊക്കെ വേണ്ടി നന്നായിട്ട് പഠിക്കുക. പിന്നെ അതിൽ എത്താത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറയാം, പറഞ്ഞ ടോപ്പിക് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.